സമ്മേളനങ്ങളെല്ലാം തന്നെ തിരുവനന്തപുരം ജില്ലയുടെ പ്രതിനിധിയായിട്ട് ചർച്ചയിൽ പങ്കെടുത്ത ഒരാളാണ് ഞാൻ എവിടെയും ഇത്തരമൊരു പരാമർശം കേട്ടിട്ടില്ല. ഇതെങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്നുള്ള കാര്യം അതൊരു അത്ഭുതകരമായിട്ടുള്ള കാര്യമായിട്ട് തോന്നുന്നത്. ഇന്നലെ കഴിഞ്ഞ ദിവസം ഏതൊരു ചാനലിൽ സഖാവ് പെരപ്പൻകൂട് മുരളിയും അങ്ങനെ പറഞ്ഞതായിട്ട് കേട്ടു. ഇക്കാര്യത്തെ സംബന്ധിച്ച് സ്വരാജ് തന്നെ വളരെ കൃത്യമായിട്ട് ആ ദിവസങ്ങളിൽ അവിടെ ഇവിടെ നിന്ന് ചില പിറുപിറുപ്പുകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഉയർന്നു വന്നപ്പോൾ താൻ അങ്ങനെ പറഞ്ഞിട്ടില്ലെന്നും തന്റെ നിലപാട് എന്താണെന്ന് കൃത്യമായിട്ട് വ്യക്തമാക്കിയിട്ടുള്ള ഒരു കാര്യമാണ്. അതിനുശേഷം വർഷങ്ങൾ തന്നെ ധാരാളം കടന്നുപോയി. വി എസിനോട് സമരസപ്പെടുകയും ഐക്യപ്പെടുകയും വി എസിനെ ഒരു മാതൃകാ പുരുഷനായി കണ്ടുകൊണ്ടുമാണ് പ്രിയങ്കരനായിട്ടുള്ള സ്വരാജ് ഈ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം തന്നെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ചു. ഒരുപക്ഷെ വി എസിൽ നിന്നാണ് സ്വരാജ് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചത്. അപ്പൊ അങ്ങനെയുള്ള സ്വരാജിനെ ഇന്നിപ്പോൾ വളർന്നു വരുന്ന CPM-നകത്ത് തലയെടുപ്പോടുകൂടി വളർന്നു വരുന്ന എല്ലാവരും അംഗീകരിക്കുന്ന ഒരു മാന്യ വ്യക്തിത്വത്തെ കരിവാരി തേക്കുക എന്ന ബോധപൂർവമായിട്ടുള്ള ഒരു പരിശ്രമമാണ് യഥാർത്ഥത്തിൽ സ്വരാജിനെ ഒറ്റതിരിച്ച് വളഞ്ഞിട്ട് ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്നൊക്കെ പറഞ്ഞ് ആക്രമിക്കുന്നതിന് പിന്നിലുള്ളത് എന്നുള്ളത് വസ്തുതാപരമാണ്. ഇത് സ്വരാജ് മാത്രം അനുഭവിച്ചതായിട്ട് കാര്യമായിട്ടൊന്നും കാണേണ്ടതില്ല. എല്ലാ